സംഘർഷം മൂലം ബഹ്റൈനിൽ 7 ദിവസം കുടുങ്ങിയ ജയ്ഹിന്ദ് ടിവി വാർത്താ സംഘം റോഡ് മാർഗം സൗദിയിലെത്തി. ജയ്ഹിന്ദ് ടിവി മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് എൽവിസ് ചുമ്മാറും ക്യാമറമാനുമാണ് വ്യോമപാതയും വിമാന സർവീസും അടച്ചതുമൂലം ബഹ്റൈനിലെ സംഘർഷഭൂമിയിൽ കുടുങ്ങിയത്. ബഹ്റൈൻ വിമാനത്താവളം തുറക്കാത്തതിനാൽ റോഡ് മാർഗമാണ് ദുബൈയിലേക്കുള്ള യാത്ര. യാത്രയിൽ നിന്നും എൽവിസ് ചുമ്മാർ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്കാണ് ഇനി. ഗൾഫിൽ സംഘർഷം രൂക്ഷമായ അവസ്ഥയിൽ ഞങ്ങൾ 7 ദിവസമാണ് ബഹ്റൈനിൽ ഞങ്ങൾ കുടുങ്ങിയത്. ജയ്ഹിന്ദ് ന്യൂസിൻ്റെ വാർത്താ സംഘം ഫെബ്രുവരി 27 ദുബായിൽ നിന്ന് ബഹ്റൈനിലെത്തിയത്. ഫെബ്രുവരി 28 ലോകത്ത് ഞെട്ടിച്ചുകൊണ്ട് ബഹ്റൈനിലെ ജുഫൈറിലുള്ള US സൈനിക ക്യാമ്പിൽ ആദ്യത്തെ സ്ഫോടനമുണ്ടാകുന്നത്. ഞങ്ങൾ താമസിച്ച ഹോട്ടലിന് തൊട്ട് സമീപത്തായിരുന്നു ഈ സ്ഫോടനം. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളെ സംരക്ഷിച്ച ബഹ്റൈനിലെ സാമൂഹ്യ പ്രവർത്തകൻ്റെ വീട്ടിലായിരുന്നു. പിന്നീട് ശാന്തമായപ്പോഴാണ് ഞങ്ങൾ മറ്റൊരു ഹോട്ടലിലേക്ക് താമസം മാറിയത്. ഇപ്പോൾ ഞങ്ങൾ സൗദി അറേബ്യയിലേക്കുള്ള യാത്രയിലാണ്. അതായത് ബഹ്റൈനിൽ നിന്നുള്ള യാത്രയാണ്. ബഹ്റൈനിൽ നിന്ന് സൗദി അറേബ്യയെ ബന്ധിപ്പിക്കുന്ന കോസ്വേയാണ് കാണുന്നത്. കടലിനെ 2 കടലുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് 2 രാജ്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് വലിയ പാലമാണ് കാണുന്നത്. സൗദി അറേബ്യയെയും ബഹ്റൈനെ ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാലങ്ങളിലൊന്നാണ് ഈ കോസ്വേ. വളരെ വികസനത്തിൽ വലിയ പങ്കുവയ്ക്കുന്ന, രാജ്യത്തെ 2 വികസനത്തിൽ വലിയ പങ്കുവയ്ക്കുന്ന ഈ കോസ്വേയിലെ കാഴ്ചയാണിത്. ഈ അകലെ കാണുന്നതാണ് നമ്മൾ കാണുന്ന കോബാർ സിറ്റി, ദമാമൊക്കെ കാണുന്നതാണ്, അവിടെയാണ് സൗദിയെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 7 ദിവസം ഞങ്ങൾ ബഹ്റൈനിലായിരുന്നു. വളരെ പോസിറ്റീവായ വാർത്തകളാണ് ഞങ്ങൾ ബഹ്റൈൻ നൽകിയത്. ഒരാളെ പോലും ആശങ്കപ്പെടുത്താതെ പ്രവാസി മലയാളികളുടെ അല്ലെങ്കിൽ ബഹ്റൈനിലെ ഭരണകൂടത്തിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. ഞാനും എൻ്റെ ക്യാമറാമാൻ ധനേഷുമായുള്ള യാത്രയാണിത്. ഞാനും ധനേഷും ഇപ്പോൾ ബഹ്റൈനിൽ നിന്ന് ബഹ്റൈൻ എക്സിറ്റായി സൗദിയിലേക്ക് എൻട്രി ചെയ്തുകൊണ്ട് സൗദിയിലേക്കുള്ള യാത്രയാണ്. സൗദി അറേബ്യയിൽ നിന്ന് ഞങ്ങൾ കോബാർ വഴി ഞങ്ങൾ അതിർത്തി കടന്ന് ഞങ്ങൾ UAE പോകാൻ ഉദ്ദേശിക്കുന്നത്. ഈ യാത്രയാണിത്. ഞങ്ങളോടൊപ്പം ഉള്ളത് ബഹ്റൈൻ സ്വദേശിയായ അലിയാണ് ഞങ്ങളൊപ്പം ഉള്ളത്. അലി വണ്ടി ഓടിക്കുകയാണ്. അദ്ദേഹമാണ് നമ്മുടെ സാരഥി. അലിയോടൊപ്പമാണ് ഞങ്ങളുടെ യാത്ര. യെസ്, ഹീസ് ഫ്രം ബഹ്റൈൻ ആണ്. അപ്പോൾ ബഹ്റൈൻ സ്വദേശിയാണ്. നമ്മുടെ ഗൈഡായി കൂടെ വർക്ക് ചെയ്യുന്നത് പുള്ളിയാണ്. ഞങ്ങൾ ഈ കടലുകളൊക്കെ താണ്ടിക്കൊണ്ട് ഞങ്ങൾ ദുബായിലേക്ക് യാത്രയാണ്. കഴിഞ്ഞ 7 ദിവസമായി ഞങ്ങൾ ബഹ്റൈനിലായിരുന്നു. എൻ്റെ കുടുംബവും ദുബായിൽ സ്റ്റക്കായിരുന്നു. ഞാൻ ഇവിടെ സ്റ്റക്കായി പോയി. അങ്ങനെ എൻ്റെ ക്യാമറമാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ സ്റ്റക്കായി പോയി. പക്ഷേ ഞങ്ങൾ മാത്രം ഒരുപാട് പേര് ഇവിടെ ബുദ്ധിമുട്ടിയിരുന്നു. ഈ ഒരു പെട്ടെന്നുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് യാത്രക്കാർ കുടുങ്ങിപ്പോയിരുന്നു. അവർക്കെല്ലാം രാജ്യം വിട്ടു പോകാനുള്ള ഏക എക്സിറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ എക്സിറ്റിലൂടെ മാത്രമേ ബഹ്റൈനിൽ നിന്ന് മറ്റെവിടേക്ക് പോകാൻ സാധിക്കുള്ളൂ. അതായത് സൗദി അറേബ്യ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് UAE ഒമാനിലോട്ടൊക്കെ പോകാനുള്ള എളുപ്പവഴിയാണ്. നിരവധി പേർ ഈ വഴിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28 മുതൽ വിമാനത്താവളങ്ങൾ അടച്ചതോടെ, വ്യോമഗതാഗതം അടച്ചതോടെ ആളുകളെല്ലാം പ്രതിസന്ധിയിലായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഞങ്ങൾ ഈ ഒരു വഴി തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾ ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നൊന്നും ഈ സംഘർഷത്തിൻ്റെ കാഠിന്യം കൂടിയ അവസ്ഥയായതിനാൽ ഞങ്ങൾക്കൊന്നും പ്രോപ്പറായിട്ടൊരു വിസ പ്രൊസീഡിങ്സ് നടന്നിരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ സൗദി ഭരണകൂടം ഞങ്ങൾക്ക് വിസ അനുവദിച്ചു തന്നു. അതിനുവേണ്ടി ഒത്തിരി പേര് ഞങ്ങൾ സഹായിച്ചിരുന്നു. ഞാൻ ആരുടെയും പേരുകൾ എടുത്ത് പറയുന്നില്ല ഈ ഘട്ടത്തിൽ. പിന്നീട് തീർച്ചയായിട്ടും ഞങ്ങളത് പറയുന്നതായിരിക്കും. ഞങ്ങളെ ചേർത്ത് പിടിച്ച സാമൂഹ്യ പ്രവർത്തകർ, സൗദി ഭരണകൂടം, ബഹ്റൈൻ ഭരണകൂടം, ഞങ്ങളെ വിളിച്ചാശ്വസിപ്പിച്ച UAE സുഹൃത്തുക്കൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികൾ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ഞങ്ങളിപ്പോൾ യാത്ര തുടരുകയാണ്. ഞങ്ങളിപ്പോൾ സൗദി അറേബ്യയിലേക്ക് എൻട്രി ചെയ്തു. സൗദിയിലേക്കുള്ള കോബാറിലേക്ക് യാത്രയിലാണ്. അൽ കോബാറിൽ നിന്നും ക്യാമറമാൻ ധനേഷിനൊപ്പം എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്.